നമസ്കാരം. ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് മിഡിൽ ഈസ്റ്റിലേക്കാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കുള്ള പ്രാധാന്യം നമുക്കറിയാം. സ്വന്തം ആകാശത്തെ ഒരു ഉരുക്കുമതിൽ പോലെ കാത്തുസൂക്ഷിക്കുമെന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്ന ചൈനീസ് നിർമ്മിത HQ-9B മിസൈൽ പ്രതിരോധ സംവിധാനം ഇപ്പോൾ വലിയൊരു തർക്കവിഷയമായിരിക്കുകയാണ്. ചൈനീസ് നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള പഴയ തമാശകൾ ഇപ്പോൾ ഇറാന്റെ കാര്യത്തിൽ വലിയൊരു സുരക്ഷാ ഭീഷണിയായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ലോകം ചൈനീസ് ആയുധങ്ങളെ സംശയത്തോടെ നോക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ സിസ്റ്റത്തെ ഒന്ന് പരിചയപ്പെടാം. ചൈനയുടെ അഭിമാനമായ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമാണ് HQ-9B. റഷ്യയുടെ വിഖ്യാതമായ S-300, അമേരിക്കയുടെ പാട്രിയറ്റ് സിസ്റ്റം എന്നിവയുടെ കിടപിടിക്കുന്നതാണ് ഇതെന്നായിരുന്നു ചൈനയുടെ വാദം. ഏകദേശം 200 മുതൽ 250 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും തകർക്കാൻ ഇതിന് കഴിയുമെന്ന് അവർ അവകാശപ്പെട്ടു. ഇറാൻ തങ്ങളുടെ ആണവ നിലയങ്ങൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും കാവൽ നിൽക്കാൻ റഷ്യൻ S-300-നൊപ്പം ഈ ചൈനീസ് സംവിധാനത്തെയും വിശ്വസിച്ചു. എന്നാൽ അടുത്തിടെ നടന്ന ഈ സൈനിക നീക്കങ്ങളിൽ ഈ ഉരുക്കുമതിൽ വെറും കടലാസ് കോട്ടയാണെന്ന് തെളിയിക്കപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ചൈനയോട് അതൃപ്തി രേഖപ്പെടുത്തുന്നത്? പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും അത്യാധുനിക സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്താൻ HQ-9Bയുടെ റഡാറുകൾക്ക് സാധിച്ചില്ല. റഡാർ സ്ക്രീനിൽ എന്തെങ്കിലും കാണുന്നതിന് മുൻപേ ശത്രുക്കൾ ലക്ഷ്യം തകർത്ത് മടങ്ങിയിരുന്നു. വിക്ഷേപിക്കപ്പെട്ട മിസൈലുകൾ പലപ്പോഴും ലക്ഷ്യം കാണാതെ ആകാശത്ത് തന്നെ ദിശ തെറ്റി പോകുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ പക്കലുള്ള മറ്റ് പ്രതിരോധ സംവിധാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഈ ചൈനീസ് സോഫ്റ്റ്വെയറുകൾക്ക് കഴിയുന്നില്ല. ഇത് യുദ്ധസമയത്ത് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി. ഇറാൻ മാത്രമല്ല ചൈനീസ് ആയുധങ്ങൾ വാങ്ങി വെട്ടിലായിട്ടുള്ളത്. പാകിസ്ഥാന്റെ കാര്യം എടുത്തു നോക്കൂ. ചൈനയിൽ നിന്ന് വാങ്ങിയ പല യുദ്ധക്കപ്പലുകളും മിസൈലുകളും സാങ്കേതിക തകരാർ മൂലം പലപ്പോഴും പ്രവർത്തനരഹിതമാകുന്നുണ്ട്. 2025 ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാന്റെ പ്രതിരോധം തകരാൻ പ്രധാന കാരണം ഈ HQ-9B സിസ്റ്റത്തിന്റെ പരാജയമാണെന്ന് നിരീക്ഷകർ പറയുന്നു. അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയും ചൈനീസ് റഡാറുകൾ ഉപയോഗശൂന്യമാണെന്ന് പരാതിപ്പെട്ടിട്ടുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് ആയുധങ്ങൾ വിൽക്കുക എന്നതിനപ്പുറം ഗുണനിലവാരത്തിൽ ചൈന ഇപ്പോഴും ഒട്ടും പിന്നിലാണെന്ന് ഇത് വ്യക്തമാക്കുന്നത്. ഈ പരാജയം ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ്. ലോകത്തെ ഏറ്റവും വലിയ ആയുധ കയറ്റുമതിക്കാരാകാൻ ശ്രമിക്കുന്ന ചൈനയുടെ വിപണിയെ ഇത് ബാധിക്കും. ഇറാന്റെ സുരക്ഷ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ചൈനീസ് സംവിധാനങ്ങൾ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ ഇറാൻ വീണ്ടും റഷ്യയുടെ S-400 സിസ്റ്റത്തിനായോ അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്കുള്ള വികസനത്തിനായോ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ആയുധങ്ങൾ വെറുതെ വാരിക്കൂട്ടിയാൽ പോരാ, അവ കൃത്യസമയത്ത് പ്രവർത്തിക്കണമെന്ന വലിയ പാഠമാണ് ഇറാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പറയാനുള്ള ഗ്യാരണ്ടി ഇല്ലാത്ത സാധനങ്ങൾ എന്ന പരിഹാസം ഇപ്പോൾ ആയുധങ്ങളുടെ കാര്യത്തിലും സത്യമായി വരികയാണ്. ഇറാന്റെ ഈ അനുഭവം ലോകരാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പാണ്. വരും ദിവസങ്ങളിൽ ഇറാൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നും ചൈന തങ്ങളുടെ ആയുധങ്ങളുടെ വിശ്വാസ്യത എങ്ങനെ വീണ്ടെടുക്കുമെന്നും നമുക്ക് കണ്ടറിയാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.